ഹായ് ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇപ്പോൾ ഞങ്ങൾ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇത് പൊന്നൂൻ്റെ ഒരുപാട് ആരാധകർ പൊന്നൂനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പൊന്നു ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസ് എടുത്തിരുന്നു. പക്ഷേ എൻ്റെ ഫോണിലെ സ്റ്റോറേജ് കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തപ്പോൾ കൂട്ടത്തിൽ അതുകൂടെ ഡിലീറ്റ് ആയി പോയി. അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാം ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ പോയി. കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കുറച്ച് എന്താ പറയുക പള്ളിപ്പെരുന്നാളിന് പോയതും അതും ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ വെറുതെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചായിരുന്നു. അതൊക്കെ പോയി. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ വിചാരിച്ച് ഏതായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചല്ലേ. അപ്പോൾ വീഡിയോ എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ കാരണം എന്ന് പറയാം, അതെ നമ്മൾ പുറകെ കിടക്കുന്ന നമ്മളെ വണ്ടിയുണ്ട്. അപ്പോൾ അമ്മ ഈ വണ്ടി എടുത്തപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങിയാണ് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു തരണം. അപ്പോൾ അങ്ങനെ അതെ അമ്മൂൻ്റെ ആഗ്രഹം പോലെ ഞങ്ങൾ വണ്ടി ഓടിക്കാൻ പോവാണ്. ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അമ്മ ലൈസൻസ് ഒക്കെ ഉണ്ട്. ലൈസൻസ് കിട്ടിയിട്ട് കുറേ വർഷമായി. അപ്പോൾ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ അത്ര പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പിന്നെ പയ്യെ ഇവിടെ ഗ്രൗണ്ടൊന്നുമില്ല പഠിപ്പിക്കാനായിട്ട്. ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ടെന്നാ, ഇത്ര പോകുന്നൊരു ഗ്രൗണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി ഒന്ന് നോക്കി അമ്മൂൻ്റെ പഴയ സ്കില്ലൊക്കെ ഒന്ന് പുറത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണണം. എന്താവോ എങ്ങനെയോ എന്നുള്ള അറിയില്ല. എന്തായാലും ഒന്നും പറ്റാതെ നല്ല ഭംഗിയായിട്ട് അമ്മ വണ്ടി ഓടിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതായത് നമ്മളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അമ്മൂന് വണ്ടി ഓടിക്കാൻ കൊടുക്കാം. അതായത് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അമ്മ ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പരിപാടി അല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? എന്നാൽ പൊന്നൂനെ ഇങ്ങോട്ട് താ. അപ്പോൾ അതേ അമ്മു ഐശ്വര്യമായിട്ട് വണ്ടിക്കകത്ത് കയറുവാണ്. വണ്ടി കയറി എന്താ ചെയ്യണ്ടേ? തൊട്ട് തൊഴുന്ന മാത്രമല്ല സീറ്റ് കറക്റ്റ് നമ്മളെ ലെവല് നോക്കി അഡ്ജസ്റ്റ് ചെയ്യും. അതെ അമ്മ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ആ അതൊന്നും അറിയാൻ പാടില്ലേ? വണ്ടി ന്യൂട്രാണോ നോക്ക്. ബെസ്റ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ ഇളക്കി നോക്ക്. അങ്ങോട്ടല്ല, അങ്ങനെ. ഇവക്ക് ഇതൊക്കെ ആദ്യം മുതൽ പറഞ്ഞു കൊടുത്തിട്ട് വേണം എല്ലാം. നമുക്ക് ലൈസൻസ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കാൻ ഒന്നും അറിഞ്ഞുകൂടാ ശരിക്ക്. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വീഡിയോ എടുക്കാൻ കറക്റ്റ് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അമ്മുന് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കണം. ക്ലച്ച് വിട്ട് ക്ലച്ച് ഏതാണൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം. ഇനി ഗിയർ ഇട്. ഫസ്റ്റ് ബ്രേക്ക് വിട്ട് ബ്രേക്കിൽ കാല് വെക്ക്. പിന്നെ ബ്രേക്കിൽ കാല് വെക്കാണ്ട് വണ്ടി ഇറക്കത്തിലാണെങ്കിൽ ബ്രേക്കിൽ കാല് വെക്കണ്ടേ? അതുപോലെ ബ്രേക്കിൽ കാല് വെക്ക്. ഇനി ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ഗിയർ ഫസ്റ്റിലേക്ക് ഇട്. എങ്ങോട്ടാണ് ഫസ്റ്റ് ഗിയർ? അതെങ്ങോട്ടാ? ഇനി വേറൊരു സാധനം റിലീസ് ചെയ്യാനല്ലേ? ഞാൻ റിലീസ് ചെയ്ത് തരാം. ജമ്മ വിചാരിച്ചാൽ നടക്കൂല. ഇനി പയ്യെ കാലെടുത്തേ ക്ലച്ചിന്ന്. പയ്യെ കാലെടുത്തേ. വണ്ടിയുടെ ഒരു ഇടിപ്പ് ഇങ്ങനെ കിട്ടുന്നുണ്ടോ? എന്നിട്ട് പയ്യെ ബ്രേക്കിൽ കാല് വിട്ടിട്ട് മെല്ലെ ആക്സിലേറ്റർ എടുത്തേ. മെല്ലെ ആക്സിലേറ്റർ കൊടുക്ക്. വണ്ടി മുന്നോട്ട് പോയി ഗൈസ്. ഇന്ന് പതുക്കെ കാലെടുക്ക്. പതുക്കെ കാലെടുത്തിട്ട് ആക്സിലേറ്റർ ആക്സിലേറ്റർ പതുക്കെ കൊടുക്ക്. പയ്യെ കൊടുക്ക്. ആക്സിലേറ്റർ പമ്പ് ചെയ്ത് കൊടുക്ക്. കുറച്ച് ആക്സിലേറ്റർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്ക്. പതുക്കെ. വണ്ടി മൂവല്ല. ക്ലച്ചിൽ നിന്ന് കുറച്ച് അത്ര ചവിട്ടല്ലേ. ആക്സിലേറ്റർ പതുക്കെ കൊടുക്കാൻ പോളൂ. ആക്സിലേറ്റർ ചവിട്ടി വെച്ചിട്ട് വണ്ടിയുടെ പറത്തിയിട്ട് കാര്യമില്ലല്ലോ. പയ്യെ. വണ്ടി റേസ് ആവണം കേട്ടോ. വണ്ടി റേസ് ആവണം കേട്ടോ. അമ്മു പെട്ടെന്ന് വിചാരിച്ചത് നടക്കൂല. വീണു കേട്ടോ. പൊന്നു പേടിച്ചു പോയി. വേറെ ഒന്നല്ല, വണ്ടി മുന്നോട്ട് ആയോന്നല്ലാണ്ട്. അതായത് ലെവലാവുന്നില്ല. അപ്പോൾ ഈ അറ്റംപ്റ്റ് ഞങ്ങള് അമ്മു താൽക്കാലിക ലോക്ക് ഓപ്പണാക്കി. ലോക്ക് ഓപ്പണാക്കി കീ പുറകിലോട്ട് തിരിച്ചേ. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നടക്കൂല. കാരണം അമ്മു ഇങ്ങനെ വിചാരിച്ച പരിപാടി നടക്കൂല. ഞങ്ങൾ വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കലും ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. അതെ. അപ്പോൾ പൊന്ന് ചെറുതായിട്ട് മേടിച്ചു പോയി. വേറെ ഒന്നുമില്ല, അമ്മു പഠിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതായത് ഇത് ലൈസൻസ് കിട്ടിയിട്ട് ഓടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അമ്മുന് ഞാൻ ചെറിയൊരു ഡെമോ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ നല്ലൊരു ഗ്രൗണ്ടൊക്കെ കിട്ടിയിട്ട്. ഇവിടെ സ്ഥലമില്ല ഗൈസ്, ഇത്രയേ ഉള്ളൂ സ്ഥലം. ഞങ്ങൾ ചുമ്മാ ഒരു വീഡിയോ എടുത്താണ്. അമ്മു വണ്ടി പണ്ടൊക്കെ ഓടിക്കുമായിരുന്നു ഇങ്ങനെ ചെറുതായിട്ടൊക്കെ. പിന്നെ സ്കൂട്ടിയൊക്കെ ഓടിക്കുകയുള്ളൂ. അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് വണ്ടി ഉണ്ടായിട്ടില്ല ഇനി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മൂനെ പതുക്കെ പഠിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അമ്മൂന് ചെറിയൊരു ഡെമോ കാണിച്ചു കൊടുക്കാം ഗൈസ്.
അപ്പോൾ ഗൈസ് ഞാൻ അമ്മൂന് ചെറിയ ഡെമോ കാണിച്ചു കൊടുക്കുകയാണ്. വണ്ടി കയറി ഇരുന്ന് ഫസ്റ്റ് ക്ലച്ച് ചവിട്ടി ന്യൂട്രാണോ നോക്കുക. എന്നിട്ട് ക്ലച്ച് ചവിട്ടി പിടിച്ചോന്ന് വെച്ചാൽ പ്രശ്നമില്ല. ചില വണ്ടികൾ ക്ലച്ച് ചവിട്ടിയാലേ സ്റ്റാർട്ട് ആവുള്ളൂ. നമ്മൾ ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് നീ കീ പിടിച്ച് പിന്നിട്ട് ഇരിക്കരുത്. സ്റ്റാർട്ട് ആയ കീ വിട്ടോണം. അതെല്ലാ വണ്ടി ഒരുപോലെ ഇല്ല. പിന്നെ സീറ്റ് ബെൽറ്റ്, അതുപോലെ തന്നെ സീറ്റ്, വണ്ടി കയറി ഇരുന്ന് ആദ്യം ഇടേണ്ടത് സീറ്റ് ബെൽറ്റ് ആണ്. സീറ്റ് ബെൽറ്റ് വിട്ടിട്ട് ബ്രേക്കിൽ കാല് വെക്കുക. കണ്ടോ, ബ്രേക്കിൽ കാല് വെച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ റിലീസ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഇതാ നമ്മളെപ്പോഴും വണ്ടീൻ്റെ ഇടിപ്പാണ് നോക്കേണ്ടത് ഫസ്റ്റ് എടുക്കുമ്പോൾ. അതായത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എടുക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകും. അല്ലേ, ഇതാ ഇങ്ങനെ ഉണ്ടോ വണ്ടീൻ്റെ ഇടുപ്പ് കണ്ടോ, വണ്ടി ഇങ്ങനെ തള്ളുന്നുണ്ടോ, അപ്പൊ വണ്ടി പതുക്കെ ഇതാ ഇങ്ങനെ പയ്യെ ഇങ്ങനെ റിലീസ് ചെയ്യുക. അപ്പൊ വണ്ടി ഇങ്ങനെ തള്ളുന്നുണ്ടോ, എന്നിട്ട് ഇങ്ങനെ പതുക്കെ റിലീസ് ചെയ്തിട്ട് പയ്യെ ആക്സിലേറ്റർ കൊടുക്കുക. അപ്പൊ വണ്ടി ഇങ്ങനെ റോളായി പോകും. അത്രേ ഉള്ളൂ. പിന്നെ പതുക്കെ ആക്സിലേറ്റർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ കയ്യിൽ നിന്ന് പോകും. അങ്ങനത്തെ പണിക്ക് നിൽക്കരുത്. ഇപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? അപ്പൊ ഗൈസ് അമ്മ തോറ്റിട്ടൊന്നുമില്ല. ഞങ്ങൾ നല്ലൊരു ഗ്രൗണ്ടൊക്കെ കണ്ടുപിടിച്ച് ഇനി സെറ്റാക്കും. പിന്നെ എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ അതെ കുറെ ഗ്യാപ്പ്, അത് ശരിയാണ്. വണ്ടി ഓടിക്കാതെ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ളവർ പറയാറുണ്ട്, നമ്മളെ ചില കമ്പനിക്കാരൊക്കെ പറയാം അവിടെ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ നിന്ന് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഡ്രൈവിങ്ങിന്റെ പൊസിഷൻ മാറിയിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടുത്തെ ട്രാഫിക്കും ഇവിടുത്തെ വണ്ടികളുടെ വരവൊക്കെ അങ്ങനെയുള്ള ഓരോ ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് അമ്മൂനും കുറേ നാൾ വണ്ടി ഓടിക്കാതായപ്പോൾ പറ്റാത്തതാണ്. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തെടുക്കും. പിന്നെ അമ്മൂനെ എല്ലാം പഠിപ്പിക്കണം. അതായത് ഫസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വണ്ടി ഓടിക്കാൻ കാണിച്ചു കൊടുത്ത പോലെ എല്ലാം പഠിപ്പിക്കണം. അപ്പോൾ അമ്മൂന് ഭയങ്കര കോൺഫിഡൻസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വന്നത്. അപ്പോൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പിന്നെ നിർബന്ധിക്കാതിരിക്കണമെന്നല്ല. കാരണം പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ദേഷ്യം വരും, ഞാനെന്തെങ്കിലും പറയും. കാരണം ഒന്നാമത് എനിക്ക് അങ്ങനെ വണ്ടി ഇട്ട് ഒരുമാതിരി കളി കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വണ്ടി ഇടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഗിയർ മാറ്റാതെ വലിപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്കെന്തോ എനിക്ക് വേദനിക്കുന്ന പോലെയാണ് സത്യം പറഞ്ഞാൽ എനിക്കുണ്ടാവുക. ഞാൻ തന്നെ അറിയാണ്ട് എങ്ങനെ ചെറിയ എന്തൊരു സൗണ്ട് ഉണ്ടായാൽ തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര വേദന. അതേപോലെ ഞാൻ അമ്മനോട് പറയും, ടയർ ഇങ്ങനെ കല്ലിലൊക്കെ പോയി ചവിട്ടുമ്പോൾ ടർ എന്ന് പറഞ്ഞ സൗണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറയും അയ്യോ എൻ്റെ ടയറേന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നൊരു സാധനമല്ലേ. അപ്പോൾ ഞങ്ങളെന്തായാലും നമ്മളെന്തായാലും അമ്മനെ പഠിപ്പിച്ച് സെറ്റാക്കും അല്ലേ. നമുക്ക് കുറച്ച് പൈസ ആക്കിയിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് ഒന്നുകൂടെ പോയിട്ട് അവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കാം. പിന്നെ അവിടെ അപ്പുറത്തും ഇപ്പുറത്തോ ക്ലച്ചും ബ്രേക്കും ഒക്കെ ഉള്ളതുകൊണ്ട് സുഖമാണല്ലോ. ഇത് ഞാൻ ഹാൻഡ് ബ്രേക്കിൽ നിന്ന് കൈയെടുക്കാതെ പിടിച്ച് വെക്കുമായിരുന്നു. പിന്നെ പൊന്നു പിടിച്ചു പോയി. അവളിങ്ങനെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ അവള് ഭയങ്കര എന്താ പറയാ കംഫർട്ടായിട്ട് ഇരിക്കും. കാരണം അവൾക്ക് എൻ്റെ കൂടെ പോകുന്നു, പിന്നെ അവൾക്ക് അറിയാലോ അത്. അപ്പോൾ അവൾ പെട്ടെന്ന് അമ്മ മാറി ഓടിച്ചപ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ട്, പിന്നെ ഇങ്ങനെ കൊണ്ടുപോയി ചവിട്ടലും ഒരു ഇതൊക്കെ. അപ്പോൾ ഞങ്ങളെന്തായാലും സെറ്റാക്കും. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ചെരുപ്പ് ഇടാണ്ടാണ് വണ്ടി ഓടിച്ചത്. ഞാൻ സാധാരണ ചെരുപ്പ് ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുക. ഈ ബിഗിനേഴ്സ് പഠിച്ചു വരുന്നവർ ചെരുപ്പിട്ട് വണ്ടി ഓടിക്കാൻ നല്ലതാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് ദിവസം ആ ക്ലച്ചിൻ്റെ ഒക്കെ ഒരു ഇത് നമുക്ക് അതൊക്കെ കിട്ടി വരണമല്ലോ. അപ്പോൾ നിങ്ങൾ ചെരുപ്പ് ഊരി ഒന്ന് ഓടിച്ചു നോക്കുക. കാരണം ഒരു ഞാൻ കണ്ടുകൊടുത്തോളം ഞാനൊക്കെ അങ്ങനെ ഓടിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ ചെരുപ്പ് ഊരിയിട്ട് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം, അധികം ദിവസം കണ്ടിന്യൂസ് ഓടിക്കരുത്. കുറച്ച് ദിവസം ചെരുപ്പ് ഊരിയിട്ട് അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയുടെ ഒരു ആ ഫീല് മൊത്തം കിട്ടും. ആ ക്ലച്ചിലും ബ്രേക്കിലും ചവിട്ടണം, ആക്സിഡൻറ്റിലൊക്കെ ചവിട്ടണം, ആ ഒരു ഇത് കിട്ടും. കാരണം നമ്മളെ കാലിൽ ചെരുപ്പ് ഉണ്ടാകുമ്പോൾ വലിയൊരു ഇത് ഇങ്ങനെ മാറി ചവിട്ടുമ്പോഴൊക്കെ നമുക്ക് എന്തോ ഒരു വ്യത്യാസം പോലെ തോന്നും. അപ്പോൾ കാല് ഫ്രീ ആയിട്ട് ചവിട്ടുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു കംഫർട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക ചെയ്യുന്നവർ. പിന്നെ അധികം ചെരുപ്പ് ഇടാണ്ട് ഓടിക്കരുത്. എപ്പോഴും ചെരുപ്പ് ഇട്ട് തന്നെ പരമാവധി ഓടിക്കാൻ നോക്കുക. കാരണം ചെരുപ്പ് ഇടാണ്ട് ഓടിച്ച് കഴിഞ്ഞാൽ കാലിന് വേദനയും മറ്റുള്ളതൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അത് നിങ്ങളെ ഐഡിയയിൽ ചെയ്ത് നോക്കുക. ഞാനൊരിത് പറഞ്ഞു തന്നേ ഉള്ളൂ. അത് ശരിയായൊരു വഴിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയാണ് എനിക്ക് സക്സസ് ആയുള്ളത്. പിന്നെ എന്താ പറയുക, ഞാൻ ചില വണ്ടികളിൽ കയറി കഴിഞ്ഞാൽ ക്ലച്ച് ഒന്ന് അഡ്ജസ്റ്റ് ആവുന്ന നേരം ചിലപ്പോൾ ചെരുപ്പ് ഊരിയൊക്കെ ഓടിക്കാറുണ്ട്. ഇപ്പോൾ വലിയ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത്. കാരണം അത് ഒരിക്കലും ഒരു തെറ്റല്ല കേട്ടോ. ഒരു എന്താ പറയുക, നമ്മളൊരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ വേറെ അതൊന്നും അല്ല. നമ്മൾ ആ ക്ലച്ചും ആ വണ്ടി മൊത്തത്തിലാവുന്ന സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വണ്ടിയുടെ ക്ലച്ചിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ലെവലാകാൻ വേണ്ടി നമ്മൾ RTR ക്ലാസ്സിലൊക്കെ പറയാറില്ല, നമ്മളെപ്പോഴും വണ്ടി കയറുന്ന ക്ലച്ചിൻ്റെ ലെവൽ മനസ്സിലാക്കണം, ഹാഫ് ക്ലച്ച് എവിടെ വരുന്നതൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സിലാക്കലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ബൈ. പൊന്നു ഇവിടെ ഉണ്ട് കേട്ടോ. പൊന്നു ക്ഷീണിച്ചു ഗൈസ്. അപ്പോൾ ഇതൊരു ചെറിയ ലോങ് വീഡിയോ ആണ്. അപ്പോൾ പറയാൻ വിട്ടുപോയി, ഇത് ഷോർട്സ് അല്ല. അപ്പോൾ ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ. പൊന്നു ബായ് കൊടുക്കടി. പൊന്നു ക്ഷീണിച്ചു, ഭയങ്കര ജാടയാണ്. അപ്പോൾ ശരി ഗൈസ്.